ഹായ് മുത്തുമണികളെ, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് അനു എന്നാണ്. 32 വയസ്സുണ്ട് എനിക്ക്. എന്നാലും നേരത്തെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് 2 ആൺപിള്ളേരും ഉണ്ട്. ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ +2 പഠിക്കുന്നു. ഈ കഴിഞ്ഞ ഓണത്തിന് എൻ്റെ സ്വന്തം മകൻ, എൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ തന്നെ ജന്മം കൊടുത്ത എൻ്റെ മകൻ എന്നെ കളിച്ച കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓണത്തിന് വീടിൻ്റെ അടുത്ത് ചെറിയ ഓണാഘോഷങ്ങളും കാര്യങ്ങളും പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. ഞാനവിടെ തിരുവാതിര കളിക്കും കാര്യങ്ങൾക്കും എല്ലാം ചേർന്നിരുന്നു. ഉച്ചയ്ക്ക് തിരുവാതിര കളി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഫ്രഷ് ആവാൻ തോന്നി. ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറാൻ എൻ്റെ റൂമിൽ കയറി. അറിയാമല്ലോ, തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം മടുക്കുമെന്ന്. ഞാൻ റൂമിൽ കയറി ഡോറൊന്ന് ചാരി, മറ്റാരും വീട്ടിലില്ലല്ലോ. എൻ്റെ റൂമിൽ കയറി ഞാൻ ഫാന് വിട്ട് എൻ്റെ സാരി അഴിച്ചിട്ട് എൻ്റെ ബ്ലൗസിനകത്ത് ഇത്രയും നേരം വിങ്ങി പൊട്ടിക്കിടന്ന എൻ്റെ എന്താ പറയുക, 2 അവരെയും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലൗസിൻ്റെ ഹുക്കഴിച്ച് പുറത്തേക്കാക്കി. ബ്രേസർ ഉണ്ടായിരുന്നു, എന്നാൽ അത് ഞാൻ അഴിച്ചുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വെറുതെ എൻ്റെ കട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എന്നാൽ എൻ്റെ 2 മക്കളല്ലാതെ വേറെ ആര് വരാനാ? അയ്യോ, ഞാൻ പറയാൻ മറന്നു. ഭർത്താവുണ്ട്, നാഗാലാൻഡിൽ ജോലിയാണ്. മറ്റാരും വീട്ടിലില്ല, 2 മക്കളും ഞാനും മാത്രം. അങ്ങനെ ആരോ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവർ 2 ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ. ഞാൻ വലിയ മൈൻഡ് ചെയ്യാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ എൻ്റെ ഫ്രണ്ടിലെ കണ്ണാടിയിൽ കൂടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, എൻ്റെ മൂത്ത മകൻ, അവനല്ലെങ്കിൽ തന്നെ ഒരു നോട്ടമുണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ. മുറ്റം അടിക്കാൻ പോകുമ്പോഴാണെങ്കിലും അല്ലാതെ ഞാൻ കുളിച്ചിട്ട് കയറി വരുമ്പോഴാണെങ്കിലും ഒക്കെ അവന് ചെറിയ നോട്ടം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ പ്രായം ഇതല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും കാര്യമാക്കാറുമില്ല. അങ്ങനെ ഞാൻ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ കണ്ണാടി കൂടെ എന്നെ നല്ലപോലെ കാണാം. എൻ്റെ ബാക്കിലല്ല അവൻ നിൽക്കുന്നത്, ഡോറിൻ്റെ വാതിൽക്കൽ. അവന് കയറി വരണമെന്നുണ്ട്. എന്നാൽ ഈ കാഴ്ച കണ്ടിട്ട് അവനങ്ങ് നോക്കി നിൽക്കുന്നുമുണ്ട്. ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കാനും പറയാനും ഞാൻ പോയില്ല. എന്താടാ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഒന്നുമില്ല, വെള്ളം കുടിക്കാൻ വന്നതാണ് എന്നും പറഞ്ഞ് നേരെ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചിട്ട് അവനങ്ങ് പോയി. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ എണീറ്റ്, എന്താ പറയുക, അവൻ നോക്കുന്നതിൽ കൂടെ എനിക്കൊരു ചെറിയ സുഖമൊക്കെ ഉണ്ട്. കാരണം ഭർത്താവ് 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് വന്നിട്ടേ ഇല്ല. എനിക്കും കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുന്നതും എനിക്ക് ചെറിയൊരു സുഖം തരുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ സ്വിച്ചിട്ട പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരുന്നു. ഞാനത് ഇരിപ്പ് തന്നെ തുടരുകയാണ്. അവൻ നേരെ കയറി റൂമിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ച് എൻ്റെ ബ്ലൗസ് ഞാൻ നേരെ ഇട്ടു. അവൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, ഞാൻ വളരെ ടയേർഡായി, ഞാനും ഇവിടെ കുറച്ച് ഇരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവൻ്റെ ഒരു വെപ്രാളവും ഒരു തരിതരിപ്പും ഒക്കെ എനിക്ക് കാര്യം മനസ്സിലായി. ചെറുക്കൻ നല്ല ഒന്നാമതിനെ കമ്പി അടിച്ചു വന്നിരിക്കുകയെന്ന് മനസ്സിലായി എനിക്ക്. പക്ഷേ ഒരമ്മയും മോനും തമ്മിൽ എങ്ങനെയാണ്? എൻ്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. എന്നാൽ അവനെ എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ തോന്നിയുമില്ല. അങ്ങനെ കുറേ നേരം അവനിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയൊന്ന് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിലേക്ക് അവൻ്റെ കൈ കൊണ്ടുവച്ചു. എന്നിട്ട് പതിയെ അവൻ എൻ്റെ തോളിങ്ങനെ അമക്കി പതുക്കെ തന്നുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് നല്ല തരിതരിപ്പും എനിക്ക് നല്ല സുഖവും കൂടെ അങ്ങ് വന്നു കേട്ടോ. എത്ര നാൾ കൂട്ടിയിട്ടാണ് മറ്റൊരു പുരുഷൻ്റെ കൈ എൻ്റെ ശരീരത്തിൽ വീഴുന്നത്. അത് 2 വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തിരുന്ന് ഇളകാൻ തുടങ്ങി. അങ്ങ് വെങ്ങി പൊട്ടുമോ, ഇവനൊന്ന് പിടിച്ചിരുന്നെങ്കിലെന്ന് തന്നെ സത്യം പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു പോയി കേട്ടോ. ചെക്കൻ്റെ പിടുത്തത്തിനകത്ത് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ അമ്മയും മകനും തന്നെയാണല്ലോ എന്നുള്ള കാര്യം ഓർത്തുപോയി. ഞാൻ ചാടി എണീറ്റ് മതി എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ ഒന്ന് കുനിഞ്ഞെടുക്കണം, കുറച്ച് താഴെയാണ് വെള്ളം ഇരിക്കുന്നത്. എടുക്കാൻ വേണ്ടി കുനിഞ്ഞതും ചെറുക്കൻ പുറകെ വന്നൊരു ഇടിച്ചത് എവിടെ കൊണ്ടാ? അവൻ്റെ ഒലക്ക പോലെ നിൽക്കുന്ന സാധനം കൊണ്ട്. അതെൻ്റെ കുണ്ടിയിൽ നല്ല പോലെ ഒന്ന് ഉരഞ്ഞു കേട്ടോ. അത് ഉരഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഒന്നുമല്ലാത്ത രീതിയിൽ അലിഞ്ഞങ്ങ് പോയി. ഞാൻ നേരെ വന്നതും ചെറുക്കൻ എൻ്റെ പുറകെ കൂടെ കൈയിട്ട് വട്ടം കെട്ടിപ്പിടിച്ച് അമ്മയെന്നൊരു വിളി. അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് സ്വന്തം മകനാണല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ അവൻ്റെ പിടുത്തത്തിനകത്ത് ഞാനങ്ങ് ഇല്ലാതായിപ്പോയി. അവൻ്റെ ഒലക്ക പോലത്തെ സാധനം എൻ്റെ ചന്തയിൽ ഉരയുന്നുണ്ട് നല്ലതുപോലെ. അവൻ പെട്ടെന്ന് വട്ടത്തിൽ കെട്ടിപ്പിടിച്ച കൈകൊണ്ട് എൻ്റെ അത് 2ഉം മുറുക്കെ പിടിച്ചങ്ങ് ഞെക്കി പൊട്ടിക്കാൻ തുടങ്ങി.
ഞാനാണെങ്കിൽ എനിക്ക് സുഖവും അതിൻ്റെ കൂടെ ഇപ്പം വേദനിപ്പിച്ചുള്ളതിൻ്റെ ഒരു പിടുത്തവും. അവരോട് ഞാൻ പറഞ്ഞു, എടാ വേദനിപ്പിക്കാതെടാ, ഞാൻ നിൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി. ചെറുക്കൻ്റെ കഴപ്പും തീരും, എൻ്റെ കടിയും മാറും. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി അവനെ ആ കട്ടിലേക്ക് കയറ്റി കിടത്തിയിട്ട് ഞാൻ തന്നെ എൻ്റെ ബ്രേസറിൻ്റെ ഹുക്ക് അങ്ങോട്ട് അഴിച്ചു കൊണ്ട് കൊടുത്തു. എൻ്റെ ചക്ക പോലത്തെ അത് രണ്ടും കണ്ടപ്പോൾ തന്നെ ചെറുക്കൻ അന്താളിച്ച് അതിൻ്റെ ഇടയിലേക്ക് അവൻ്റെ മുഖം അങ്ങ് കയറ്റി വെച്ചു. ഞാൻ നല്ല വിയർത്ത് കുളിച്ചല്ലേ വന്നത് തന്നെ. ആ വിയർപ്പെല്ലാം അവൻ നക്കി 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 അങ്ങ് എടുത്തു. അവൻ നല്ല ആസ്വദിച്ച് നക്കുന്ന കണ്ട് എൻ്റെ താഴെ കൂടെ പുഴ പോലെ അങ്ങ് ഒഴുകാൻ തുടങ്ങി. മക്കളെ, ഇത് അവൻ എനിക്ക് വേണ്ടിയിട്ടാണോ എനിക്ക് അവന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് തന്നെ അറിയാതെ എനിക്ക് ആക്രാന്തം മൂത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ. അവൻ്റെ മുണ്ടെല്ലാം വലിച്ചങ്ങ് ഊരി അവൻ്റെ ഷഡ്ഡി താഴേക്ക് താത്തി അവൻ്റെ സാധനം എടുത്ത് എൻ്റെ കയ്യിലോട്ട് ഞാനൊന്ന് പിടിച്ചു നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഉലക്ക പോലെ നേരെ മുകളിലേക്ക് നിൽക്കുന്ന 6 ഇഞ്ച് സാധനം നല്ല പോലെ കയ്യിലിട്ടങ്ങ് തിരുമ്മി കൊടുത്തപ്പോൾ തന്നെ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് പോയി. ചെറുക്കൻ മയങ്ങി വീഴുന്നത് പോലൊരു കിടപ്പ്. ഞാൻ പതുക്കെ അവനെ ഒന്ന് തലോടി 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 എൻ്റെ നനഞ്ഞ ചുണ്ടുകൊണ്ട് ഞാൻ പതിയെ ഒരു ഉമ്മ കൊടുത്ത് അവനെ ഒന്ന് സുഖിപ്പിക്കാൻ മാത്രം നോക്കിയുള്ളൂ. അപ്പോഴേക്കും ചെറുക്കൻ എൻ്റെ തലമുടിയിൽ പിടിച്ച് താഴേക്ക് താത്ത് അവൻ്റെ സാധനം എൻ്റെ വായ്ക്കുള്ളിലേക്കാക്കി. ഒരു നിമിഷം ഞാൻ ജനിപ്പിച്ച എൻ്റെ വയറിൽ നിന്ന് ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൻ്റെ സാധനം എൻ്റെ വായിൽ. ഞാൻ നല്ല ആസ്വദിച്ച് 2-3 തവണ ഒന്ന് വായിൽ കയറ്റി ഇറക്കി നല്ല ചപ്പി കൊടുത്തതും ദാ കിടക്കുന്ന ചെറുക്കൻ്റെ ചൂട് പാൽ എൻ്റെ വായിൽ. അത് ഞാൻ വായിൽ നല്ലപോലെ ഞൊളഞ്ഞ് നല്ല ആസ്വദിച്ച് ചപ്പി വലിച്ചു കുടിച്ചു. ഞാൻ ചോദിച്ചു, എടാ ചെക്ക, ഇതിനാണോ നീ ഇത്ര കിടന്ന് പരാക്രമം കാണിച്ചതെന്ന്. സോറി അമ്മയെന്ന് ചെറുക്കൻ പറയുകയും ചെയ്തു. സാരമില്ല, നിനക്കുള്ള സ്റ്റാമിനയൊക്കെ ഞാൻ കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് അവനെ ഞാൻ പതിയെ എണീപ്പിച്ചങ്ങ് വിട്ടേച്ചു. ഇതിൻ്റെ ബാക്കി കഥകൾ ഉടനെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ.